ഫിഫ പ്രസിഡന്റ് പുറത്തേക്കു. സ്വകാര്യ നിക്ഷേപം പിൻവലിച്ചെങ്കിലും ഇൻഫാന്റിനോയെ വെറുതെ വിടാതെ യുവേഫ. രാജിവെക്കണമെന്നുള്ള ആവശ്യവുമായി യുവേഫ ഉൾപ്പെടെയുള്ള ഫുട്ബോൾ സംഘടനകളും മുന്നോട്ട് വരികയാണ്. ഫിഫയുടെ പ്രധാന ടൂർണമെന്റുകളുടെ വാണിജ്യ ആവശ്യങ്ങളിൽ സ്വകാര്യ നിക്ഷേപകരെ പങ്കാളികളാക്കാനുള്ള പദ്ധതി പിൻവലിച്ചെങ്കിലും ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്കെതിരായ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. ഇൻഫാന്റിനോ രാജിവെക്കണമെന്ന ഉറച്ച നിലപാടിലാണ് യുവേഫ ഉൾപ്പെടെയുള്ള സംഘടനകൾ. ഫിഫയുടെ ഫോർവേഡ് എന്റർപ്രൈസ് പദ്ധതിക്കെതിരായ പ്രതിഷേധം ശക്തമായതോടെയാണ് പദ്ധതി ഉപേക്ഷിക്കാൻ ഫിഫ നിർബന്ധിതമായത്. സ്വകാര്യ നിക്ഷേപ നീക്കം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇൻഫാന്റിനോയ്ക്ക് വലിയ തിരിച്ചടിയായി. ഫിഫ നിയമപ്രകാരം 43 അംഗ അസോസിയേഷനുകളുടെ പിന്തുണ ലഭിച്ചാൽ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധിക്കും. 2016 ഫിഫ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇൻഫാന്റിനോ സുതാര്യത പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് യുവേഫയുടെ ആരോപണം. പ്രധാന ടൂർണമെന്റുകളുടെ വാണിജ്യ അവകാശങ്ങൾ കൈകാര്യം ചെയ്യാൻ $200 കോടി ഫിഫ ഫോർവേഡ് എന്റർപ്രൈസ് എന്ന പുതിയ പദ്ധതി രൂപീകരിച്ച് 20% ഓഹരി സ്വകാര്യ നിക്ഷേപകർക്ക് വിറ്റുകൊണ്ട് $400 കോടി സമാഹരിക്കാനായിരുന്നു ഫിഫയുടെ പദ്ധതി. അമേരിക്കൻ നിക്ഷേപക സ്ഥാപനമായ ട്രൈവ് ക്യാപിറ്റൽ പ്രധാന നിക്ഷേപകരാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ട്രംപ് കുടുംബവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഈ സ്ഥാപനവുമായി ബന്ധമുള്ളതും വിവാദത്തിനാക്കം കൂട്ടി. 211 അംഗരാജ്യങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പും മുതിർന്ന ഉപദേഷ്ടാവായ കാർലോസ് കോർഡറോ രാജിയും പദ്ധതിക്ക് തിരിച്ചടിയായി. പദ്ധതി പിൻവലിച്ചെങ്കിലും അവിശ്വാസ പ്രമേയത്തിന്റെ ഭീഷണിയാണ് ഇൻഫാന്റിനോ നേരിടുന്നത്. ന്യൂസ് ഡെസ്ക് ജനം.